നിങ്ങൾ ഈ ഒരു സാധനം കണ്ടോ? ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടാക്കുന്നത്, അതായത് ഇതുപോലെ പല രീതിയിലുള്ള ബോട്ടിൽസ് ഉണ്ടാക്കുന്ന ഒരു മോൾട്ടാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ കൊണ്ട് ഈ ബോട്ടിൽസ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണണ്ടേ? അപ്പോൾ അതിനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ നോക്കാം. അപ്പം നമ്മളെ ബോട്ടിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചിയുണ്ട്. നിങ്ങളുടെ പേര്? ബിന്ദു. ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി പറഞ്ഞത് എന്താണ് നമ്മൾ ആദ്യം മുതൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പണി എന്താണ്? ഇത് നമ്മൾ ബോട്ടിൽ ഉണ്ടാക്കുന്നത് ഇത് മെഷീൻ്റെ അല്ലേ? ഇത് മെഷീൻ ഓൺ ആക്കണം. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണം. മെഷീൻ ഓൺ ആക്കണം, പിന്നെ കംപ്രസർ ഓൺ ആക്കണം, പിന്നെ ചില്ലർ. ഈ സാധനങ്ങൾ ഏതാണ് ഇതൊക്കെ? മെഷീൻ അതാണ് കാണുന്നതാണ് ഇതിന്റെ ചില്ലർ അല്ലേ? ചില്ലർ അല്ലേ? ഇതിനെ കൊണ്ട് എന്താ ചെയ്യുന്നത്? എന്താ ആവശ്യം? ഇത് വെള്ളം തണുപ്പിക്കാനാ? ഇത് റീസൈക്ലിംഗ് ചെയ്ത് വരുന്നതാണ്. അതിലേക്ക് വെള്ളം വേണം. ഇങ്ങനെ വെള്ളം വരുന്നുണ്ടല്ലേ? ഇതിനെ കൊണ്ട് എന്താ ആവശ്യം? വെള്ളം അതിലേക്ക് വരുന്ന മെഷീനിലേക്ക് വരും. മെഷീനിലേക്ക് വന്നിട്ട് അത് എന്തിനാ തണുക്കാനാണ്? എന്തിനാ? അത് ബോട്ടം തണുക്കണം. ആവൂലല്ലേ? ഓ, അങ്ങനെയുണ്ട്. ഇത് മെഷീനിലേക്ക് വരേണ്ട എയർ അല്ലേ? ഇതിപ്പോ നമ്മൾ അവിടുന്ന് ഓൺ ആക്കുമ്പോ ഫസ്റ്റ് ഇത് ഓൺ ആക്കിയിട്ട് പിന്നെ അതിന്റെ ഇത് സബായിട്ടുള്ളതെല്ലാം ഇതിന് നേരെ ഈ പൈപ്പ് വഴി എയർ വരും. എയർ നേരെ മെയിൻ കംപ്രസർ അപ്പുറം ഉള്ളത്. അതെയാ. ഇനി നമ്മള് മെഷീനറി ഫ്രണ്ടിലെ മെഷീൻ അല്ലേ? മെഷീൻ ഉണ്ട്. പിന്നെ അതിന്റെ ഇതിന്റെ ഡ്രയർ. ഇതിന്റെ ഡ്രയർ ഇത് ഓഫാക്കി ഇതല്ലേ? ഡ്രയർ. ഇതിനെ കൊണ്ട് എന്താ ആവശ്യം? എന്താ ഡ്രയർ? അതിലേക്ക് വരുന്ന എയർ പുറത്തേക്ക് കളയുന്നതാണ്. എയർ പുറത്തേക്ക് കളയുന്നു. പിന്നെ ഇത് വെള്ളത്തിന്റെ വേറെ ഉണ്ടോ അവിടെ? ഇത് വെള്ളത്തിന്റെ പൈപ്പ് ഓൺ ആക്കുന്നത്. ചില്ലർ ഓൺ ആക്കിയില്ലേ? പൈപ്പ് വരണല്ലേ? വെള്ളം വരണല്ലേ? അതിലേക്ക് വെള്ളം വരുന്നത്, മെഷീനിലേക്ക് വെള്ളം വരുന്നത്. അപ്പൊ ഇത് ഹീറ്റർ. ഇത് ഈ കൺവെയറിൽ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന അതന്നെ ഫ്രീ ഫോം എന്നതിന് പറയുന്നത്. ഫ്രീ ഫോം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എല്ലാത്തിനും ഇതേ സാധനം തന്നെ വെക്കുക? അല്ല, ഓരോന്നിനും മാറ്റാണ് ചെയ്യുന്നത്. ഇത് വരുന്നത് ഇങ്ങനെ തന്നെ. അല്ല, എല്ലാത്തിനും ഇത് തന്നെയല്ലേ വരിക? പിന്നെ നമ്മള് ആ മെഷീൻ ആയിക്കല്ലോ മാറ്റം വരുന്നത്? അല്ല ഫ്രീ ഫോം ഓരോന്നിനും മാറും, അളവ് മാറ്റും. എല്ലാത്തിനും മാറ്റമുണ്ട്. എല്ലാം വേറെ. ഇതിപ്പോ നമ്മൾ ഈ 200-ന്റെ എല്ലാം ജാറടിക്കുന്നത്, ചെറിയ അച്ചാറിന്റെ ചെറിയ ജാറടിക്കുന്നത്, അതിന്റെ ഫ്രീ ഫോം. ഇത് പിന്നെ ഓരോന്നിന് ഇത് നമ്മൾ 500-ന്റെ മിനറൽ വാട്ടറിന്റെ എല്ലാം അടിക്കുന്നത്. സാധാരണ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ അടിക്കുന്നത് അല്ലേ? 500 അര ലിറ്റർ. അപ്പൊ ഇത് അതിന്റെ തന്നെ. ഇതെല്ലാം 500 തന്നെ? ഇതെല്ലാം 500-ന്റെ തന്നെ. അപ്പൊ ഇതിങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ? അല്ല, അത് വ്യത്യാസം ഓരോ ബോട്ടിലിനനുസരിച്ച് മാറും അല്ലേ? ബോട്ടിലനുസരിച്ച് മാറും. അപ്പൊ ഇത് ഇവിടുന്ന് ഉണ്ടാക്കുന്നല്ലോ? അല്ല, ഇത് വരുന്നത് ഓർഡർ ചെയ്യുന്നല്ലേ? ഇത് ഓയിൽ അടിക്കും. അല്ല, നമ്മളെ വെളിച്ചെണ്ണന്റെ പുതിയ മോഡൽ. ഇത് 1 ലിറ്റർ അല്ല, ഇത് 2 ലിറ്റർ ഉണ്ട്. 2 ലിറ്ററിന്റെ? 2 ലിറ്റർ. ഇത് അതുപോലെ 5 ലിറ്റർ ഉണ്ട്. 5 ലിറ്റർ ഉണ്ടല്ലേ? എല്ലാം ഈ മെഷീനിൽ വെച്ചിട്ട് തന്നെ അടിക്കുന്നത്? അല്ല, ഓരോന്നിനും ഓരോ മെഷീൻ വേറെ ഉണ്ട്. ഫ്രീ ഫോം അല്ലേ? ഫ്രീ ഫോം അങ്ങനെയാണ് പറയുന്നത്. ഈ ഫ്രീ ഫോം കിട്ടിയിട്ട് പിന്നെ ബോട്ടിൽ മോൾട്ട് നമ്മൾ വേറെ ആക്കേണ്ടി വരില്ലേ? മോൾഡ് ഉണ്ട്. ഇതല്ലേ മോൾഡ്? ഒരുപാട് മോൾഡ് പറയുന്നുണ്ട്. 500 ml അടിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ അടിക്കുന്നത് എന്താ? അവിടുന്ന് എത്ര? 200-ന്റെ. ഇവിടെ വേറെ? ഇത് വേറെ മോൾഡ്. ഇത് ഇവിടെ ഡിസൈൻ വരും അല്ലേ ഇതിന്റെ ബോട്ടിലിന്റെ? ഇതിനെ മോൾഡ് പറയുന്നത്. ഇതിപ്പോ നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഊരി എടുത്തിട്ട് വേറെ മോൾഡിൽ ഫിറ്റ് ചെയ്യണം. വേറെ അടിക്കുമ്പോ അപ്പൊ 500-ന്റെ 1 ലിറ്ററിന്റെ വേറെ മെഷീൻ വേണോ? വേറെ മെഷീൻ വേണ്ട, മോൾഡ് മാത്രം. അതില് പിന്നെ വേറെ. അപ്പൊ ഈ ചൂട് ഈ പ്രോസസ് എല്ലാത്തിനും തന്നെ? ഈ പ്രോസസ് എല്ലാത്തിനും ഒരുപോലെ തന്നെ അല്ലേ? അതായത് ഇത് നമ്മൾ ഇതില് ഫ്രീ ഫോം വെച്ച് പോയി ചൂടായിട്ട് വരുന്നല്ലോ? അതില് പ്രഷർ വരുന്നത് അല്ല? ഇത് അതിനുള്ള കുറെ വീണിട്ടാകുന്നുണ്ട്, അത് എടുക്കാൻ പറ്റില്ലേ? അതെടുക്കാൻ പറ്റും. അങ്ങനെ കൈ പൊള്ളുന്ന ചൂടൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പുറത്തുനിന്ന് ചൂടുണ്ട്. ഇത് ഇവിടെ പോകുന്നതല്ലേ ഉള്ളു, അതിൽ നിന്ന് നല്ലോണം ഹീറ്റ് ആയിട്ട് വരും. അപ്പറേ ഹീറ്റ് ഉള്ളു. ഇതിലേക്കും ഇതെല്ലാം ഉണ്ട്. കണ്ട വെള്ളത്തിന്റെ പൈപ്പ്. വെള്ളത്തിന്റെ പൈപ്പ്. ഇത് ഒരു സൈഡ് ഹീറ്റും ഒരു സൈഡ് കൂളിംഗും ആണ്. ഓ, അങ്ങനെ ഉണ്ടല്ലേ? ഒരു സൈഡ് ഹീറ്റ്, ഒരു സൈഡ് കൂളിംഗും ആണ്. ഇനി ഇതിന് പിന്നെ കറങ്ങി വരുമ്പോഴേക്ക് ഏകദേശം അതൊരു ടെമ്പറേച്ചറിലായിട്ടുണ്ടോ? എന്നിട്ട് ഇതിലെടുത്ത് വെക്കും അല്ലേ?
ഇതാ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ തൊടുമ്പോ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ലേ? ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പൊ അതിലേക്ക് എയർ പ്രഷർ ചെയ്യുമ്പോൾ നമ്മൾ ആ മോൾഡ് അനുസരിച്ചിട്ട് ഇങ്ങനെ ബോട്ടിലായിട്ട് വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട ഫ്രീ ഫോംസ് അല്ലേ? ഇത് വേറൊരു മെഷീൻ. ഇത് എത്ര ഇതിന്റെ മെഷീൻ? ഇത് 500-ന്റെ ടെമ്പിള് പറയും, ഡിസൈനുള്ള ഡിസൈനുള്ള ബോട്ടിലല്ലേ ഞാൻ അപ്പുറം കണ്ടത്, പുതിയ വെളിച്ചെണ്ണ അതിന്റെ മോൾഡ് അല്ലേ? അതില് കാണുന്നത് 5 ലിറ്ററിൻ്റെത്. എവിടെ നമ്മൾ ആ ഉള്ളിൽ കാണുന്നതാ? ഉള്ളിൽ കാണുന്ന 5 ലിറ്റർ ഉണ്ടല്ലേ? അല്ല, ഇപ്പൊ 5 കിലോ. ഇപ്പൊ ഈ സൈഡിൽ കാണുന്നതല്ലേ മോൾഡ്? ഇതല്ല മോൾഡ്, ഓരോ തരം മോൾഡ്. മോൾഡ് പുറത്തുനിന്ന് ഉണ്ടാക്കിട്ട് വരുന്നതല്ലേ? എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. ഇപ്പൊ ഇതിങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുത്ത് ഫിറ്റ് ചെയ്ത് ചെയ്യുന്നല്ലേ? ഇതാണ് ബോട്ടിലിന്റെ കുറെ മോഡലുകൾ റെഡിയാക്കി വെച്ചത്. ഇതിന്റെ പല തരത്തിലുള്ള ബോട്ടിൽസ്, ഹണീൻ്റെതും അതുപോലെ നമ്മുടെ 1 ലിറ്ററിന്റെയും 5 ലിറ്ററിന്റെയും എല്ലാ ബോട്ടിൽസും ഉണ്ട്. അതുപോലെ വെളിച്ചെണ്ണയുടെയും പിന്നെ നെയ്യിന്റെയും, അങ്ങനെ നമുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ഏകദേശം ഇല്ലാത്തതിൻ്റെയും. ഇപ്പോൾ ഇത് വലുതൊക്കെ അച്ചാറൊക്കെ ഇടുന്ന ബോട്ടിൽസ് ആണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ പുതിയ മോഡലായിട്ടുള്ള വെളിച്ചെണ്ണ, അതുപോലെ നമ്മുടെ ഈ ഒരു ടൈപ്പ്, ഇതൊക്കെയാണ് ഞാനൊക്കെ എടുക്കുന്ന ബോട്ടിൽ. ഇതാണ് അതുപോലെ നല്ല നേരത്തെ നമ്മളൊരു മോൾഡ് കണ്ടില്ല അവിടെ, ആ മോൾഡിൻ്റെ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വരിക. ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് സെൻറ്ററിൽ. ഇത് നമ്മുടെ വാട്ടറിൻ്റെ, പെപ്സിൻ്റെ, അങ്ങനത്തെ സോഡേൻ്റെ. ഇതുപോലെ എല്ലാ ബോട്ടിൽസും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ മോൾഡ് കണ്ടില്ലേ? അപ്പോൾ എനിക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ പറഞ്ഞാല് അതുപോലത്തെ ഡിസൈനിൽ മോൾഡ് ആക്കിയിട്ട് തരും. അപ്പോൾ അതിന് കുറേ പൈസ വരും. അതിപ്പോൾ ഇത്ര മിനിമം ഉണ്ട്, അതായത് ഇത്ര എണ്ണ അടിക്കണം. നമ്മൾ ബോട്ടിൽ അടിക്കുമ്പോൾ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ എടുക്കുന്നതാണ് അസൗകര്യം. ഒരു 5000-6000 വരും. 6000 പൈസ എടുക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ മോൾഡ് അപ്പോൾ കുറേ പൈസ വരും. 50,000 അത്രയും വരും അല്ലേ? അപ്പൊ അതിപ്പോ ഒന്നുണ്ടാക്കിയാൽ അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാക്കുന്നവർക്കാണ് മോൾഡ് നല്ലത്. അല്ലാതെ ഇപ്പൊ നമ്മൾ ചെറിയ സാധാരണക്കാരിൽ ഇത് ഈ ഡിസൈൻ നേരം ഒന്ന് തിരഞ്ഞെടുക്കാൻ മറ്റേ സ്വന്തമായിട്ട് മോൾഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പം അതിൽ പച്ചക്കാപ്പെട്ടതില്ലേ ഇത്, അത് ഒരു പ്രത്യേകമായിട്ട് ഇവർക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ ജനതേന്റെ ഇത് നമ്മുടെ ജറൂറിന്റെയാണല്ലേ? വേറെ ഒരു ബോട്ടിൽ കൊണ്ടിട്ടേ. ഇത് സ്വന്തമായിട്ട് ഒരു കമ്പനിയുടെ ആണ്, ജറൂറി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ എൻ്റെ സുഹൃത്താണ്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ജറൂറിൻ്റെ ബോട്ടിലാണിത്. പിന്നെ ഇവിടെ നമ്മൾ ജനത ഒരു മിൽക്ക് ഉണ്ട്, ജനതയുടെ ആണ് ഈ ബോട്ടിൽ. അപ്പൊ ജനതേന്റെ ഇവിടെ പേര് എഴുതി വന്നിട്ടുണ്ടല്ലേ? ജനത കാണുന്നില്ല, അതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് ഉൽപ്പന്നം വരുമ്പോ അതെ അതെ, ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ക്യാമറയിൽ കാണൂല. പിന്നെ വേറെ ഹണി ഈ ബോട്ടിൽ. പക്ഷെ അവര് പേരൊന്നുമില്ല അല്ലെ? ഇതിൽ പേര് വെക്കുന്നുണ്ട് അടിയിലല്ല. ഇപ്പൊ ഇത് വേറെ ഷേപ്പിൽ വരുന്ന ഒരു ബോട്ടിൽ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മോൾട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം. അതുപോലെ ഇപ്പൊ വേറൊരു ഡൗട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കുറച്ച് ഇപ്പൊ ഒരു കാണുന്നതല്ലേ, ഇതിലിപ്പോ ഇതിൽ എത്ര പീസ് ഉണ്ടാവും? ഓരോന്നിനും ഓരോരോ ഇതായിട്ടത്, ഒരേ നമ്പർ അല്ല. ഇപ്പൊ ഈ കാണുന്ന ഒരു കെട്ടിൽ 60 എണ്ണം. അപ്പൊ നമുക്കിപ്പോ കുറച്ച് ഇത് വേണ്ടവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കലുണ്ട്. ലൂസായിട്ട് കൊടുക്കാം അല്ല? ഞാൻ ചോദിക്കുന്നത് എത്തിച്ചു കൊടുക്കുന്നത് ആ റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലോഡ് ഫുള്ള് പോകുമ്പോ കണ്ണൂർ ഏതൊക്കെ ഭാഗത്തുണ്ട് അങ്ങനെ റൂട്ട്? അങ്ങനെ പ്രത്യേകിച്ച് നീലേശ്വരം ഭാഗത്ത്, കണ്ണൂർ ഭാഗത്തേക്ക് കണ്ണാടിപ്പറമ്പെല്ലാം പോകുന്നുണ്ട്, അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. അപ്പൊ ആ പോകുന്ന പോക്കിലാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ അവർക്കൊക്കെ ഇപ്പം ബൾക്കായിട്ടല്ലേ പോവാ? 100-200 ഒക്കെ ആണെങ്കിൽ പോകുന്ന റൂട്ടിലാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ബൾക്കായിട്ട് പോകുന്നത് ഒറ്റ ലോഡിൽ തന്നെ പോകും. അല്ല, കുറേശ്ശെ എടുക്കുന്നവർക്ക് ഒരു റൂട്ടിലേക്കിന്റെ ആൾക്കാരെ അങ്ങനെ ഓരോ ദിവസം ആയിട്ട് പോകുന്നതാണോ? അങ്ങനെയല്ല, ഓരോ ദിവസം ഓരോ റൂട്ടിലേക്ക്.
ഇതിപ്പോ ഒരാളുടെ ആണോ അല്ല, പിന്നെ ഇത് ജനറൽ ആയിട്ടുള്ള സാധനം, ജനറൽ ആയിട്ടാണ്, ഒരു ഒരു വ്യക്തിന്റെ അല്ല, അതായത് ഒരു കമ്പനീന്റെ അല്ല, ജനറൽ ആയിട്ടുള്ളത്. ജനറൽ. അപ്പൊ ഒരു കമ്പനീന്റെ മാത്രം അടിക്കുന്നെങ്കിൽ അന്ന് തന്നെ ലോഡ് കയറ്റിട്ട് വിടും? സ്റ്റോക്ക് ചെയ്യലും ഉണ്ട്. സ്റ്റോക്ക് ചെയ്യലുണ്ടോ? അപ്പൊ അവരെങ്ങനെ ഡെയിലി എങ്ങനെയാ അവര് എത്തിക്കാം? അവര് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യും, അതിനനുസരിച്ചിട്ട് ഇത്ര ബോട്ടിൽ വേണം കൊടുക്കും. അല്ല പിന്നെ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് കൊടുക്കും. അവരാവശ്യത്തിനനുസരിച്ച് റൂട്ടിൽ പോകുമ്പോൾ കൊടുക്കും. ഈ പാക്കിങ് ഇപ്പൊ എങ്ങനെ മാനുവലായിട്ട് ചെയ്യുന്ന, കൈകൊണ്ട് നടക്കുന്നതല്ലേ? കൈകൊണ്ട് തന്നെ. അപ്പൊ ഇതില് എത്ര ഒരു പീസ് ഉണ്ടാവും ഇതില്? ഇതിലത് 60 പീസ്. അപ്പൊ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ എത്ര പാക്ക് ചെയ്യാൻ പറ്റും? കുറെ എത്ര ആളുടെ സ്റ്റാഫ് ഉണ്ടാവും? 4 പേരുണ്ട് പാക്ക് ചെയ്യാൻ അല്ലേ? അപ്പൊ 4 പേര് കൂടിയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഇവിടെ വെച്ചിട്ട്, ഇത് ചെറിയ ബോട്ടില കുറെ കാണുന്നു. അത് അവർക്ക് 200 എണ്ണം വീതമാണ് ഒരു ബാഗിൽ വരുന്നത്. ബാഗിലല്ലേ? 200 എണ്ണം വീതം. അപ്പൊ ഇതൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചാലേ? ഇതെല്ലാം മാനുവലി തന്നെയല്ലേ ചെയ്യുന്നത്? കൈ കൊണ്ട് തന്നെയല്ലേ ചെയ്യുന്നത്? ഇതൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഒരു ഫൂട്ടേജ് മിസ്സായി, അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ പറയാം. ടെട്രാ സിഗ്മ പ്ലാസ്റ്റിക് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഈ യൂണിറ്റ് ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ പ്ലാത്ര വഴി ചന്തപ്പുര എന്ന സ്ഥലത്താണ്. ചന്തപ്പുരയിൽ കടന്നപ്പള്ളി സ്കൂൾ റോഡിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ്. പിന്നെ അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് മിസ്സായതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ഥാപനം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചിലവായി എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞത് 5 പേര് പാർട്ട്ണർഷിപ്പാണ്, 5 വനിതകൾ കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പിന്നീട് അവർ പറഞ്ഞത്. ആ ഒരു ഫൂട്ടേജ് എന്തെങ്കിലും മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇനിയും നമുക്കിതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ് ചെയ്യണം. സബ് ചെയ്യാൻ വിട്ടുപോയൊരു സബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. കുറേ ആളുകൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ പ്രധാനമായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയോ സ്ഥാപനത്തിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.